ജാർഖണ്ഡിൽ ബി.ജെ.പി. സഖ്യത്തിന് മുൻതൂക്കം നൽകിയ എക്സിറ്റ് പോൾ സർവേകൾ ജാർഖണ്ഡിൽ ജെ.എം.എമ്മിനെ അട്ടിമറിച്ച് ബി.ജെ.പി. അധികാരത്തിലെത്തുമെന്നാണ് പ്രവചനം. 23-നാണ് വോട്ടെണ്ണൽ നടക്കുക. സിബി ജോസഫ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇതടക്കം വളരെ പ്രധാനപ്പെട്ട നിരവധി വാർത്തകൾ സിബിക്ക് പങ്കുവയ്ക്കാനുണ്ട്. ഗുഡ് മോർണിംഗ് സിബി. കാവ്യ, ഗുഡ് മോർണിംഗ്. വ്യാപകമായി വർഗീയ പ്രചാരണം അഴിച്ചുവിട്ടുകൊണ്ട് ബി.ജെ.പി. നേരിട്ട ഒരു പരസ്യ പ്രചാരണ രംഗമായിരുന്നു ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിലും നമുക്ക് കാണാനായത്. ആ ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർണായകമായ ഇടപെടൽ പോലും ഉണ്ടായി. സമൂഹ മാധ്യമങ്ങളിലടക്കം ബി.ജെ.പിയുടെ ഇടപെടൽ, അതിന് കടിഞ്ഞാണിടുന്ന നടപടികളൊക്കെയും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയായിരുന്നു ബി.ജെ.പി. കാഴ്ചവെച്ചത്. അത്രയും എങ്കിൽ പോലും എക്സിറ്റ് പോളുകൾ പറയുന്നത് ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഫലം കാണും എന്നതാണോ? എന്താണ് ജാർഖണ്ഡിൽ സംഭവിക്കാനിരിക്കുന്നത് എന്ന് ഈ മണിക്കൂറിൽ പോളിംഗ് ശതമാനത്തിലെ കണക്കുകൾ അടക്കം മുൻനിർത്തിക്കൊണ്ട് നമുക്ക് പറയാം. സിബി. കാവ്യ, തീർച്ചയായും ജാർഖണ്ഡിൽ ബി.ജെ.പി. മുൻതൂക്കം നൽകുന്ന എൻ.ഡി.എ. സഖ്യത്തിന് അവിടെ അധികാരത്തിൽ തിരിച്ചെത്തുമെന്നൊരു പ്രവചനമാണ് എല്ലാ എക്സിറ്റ് പോളും പ്രവചിച്ചത്. അതിൽ ആക്സിസ് മൈ ഇന്ത്യ മാത്രമാണ് അവിടെ ഇന്ത്യ സഖ്യത്തിനൊരു മുൻതൂക്കം, ഒരു വ്യക്തമായ മുൻതൂക്കം നൽകിയിട്ടുള്ളത്. ബാക്കി എല്ലാ സർവേകളും ജാർഖണ്ഡിൽ ബി.ജെ.പി. മുൻതൂക്കം നൽകുന്ന, ബി.ജെ.പി. നേതൃത്വം നൽകുന്ന എൻ.ഡി.എ. സഖ്യം അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ്. എന്തായാലും നമുക്കറിയാം, വളരെ വലിയ പോരാട്ടം തന്നെയായിരുന്നു ജാർഖണ്ഡിലും നടന്നത്. ജാർഖണ്ഡിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ 27% ഗോത്ര മേഖലയാണ്. ആദിവാസി മേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ വോട്ടുള്ള ഒരു സംസ്ഥാനമാണ് ജാർഖണ്ഡ്. 81 നിയമസഭാ സീറ്റുണ്ട്. 81-ൽ 44 സീറ്റ് മാത്രമാണ് ജനറൽ സീറ്റ്. ബാക്കി 37 സീറ്റും SC/ST വിഭാഗത്തിലുള്ള സീറ്റാണ്. അതുകൊണ്ട് തന്നെ ഈ ഗോത്ര മേഖലയ്ക്ക് കടന്നു കയറാനുള്ള ശ്രമം ബി.ജെ.പി. ഇത്തവണ വളരെ വലിയ രീതിയിൽ ശക്തമായി നടത്തിയെന്ന് പറയാം. മാത്രമല്ല, വളരെ ഇളക്കി മറിച്ച ഒരു പ്രചരണം തന്നെയായിരുന്നു ബി.ജെ.പി. നടത്തിയത്. ദേശീയ നേതാക്കളെല്ലാം തന്നെയും നരേന്ദ്രമോദിയും അമിത്ഷായും JP നദ്ദയും അടക്കമുള്ള ദേശീയ നേതാക്കളെല്ലാം തന്നെയും അവിടെ എത്തുകയും അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും അടക്കമെല്ലാം തന്നെയും അവിടെ തമ്പടിച്ചുകൊണ്ടുള്ള പ്രചരണമായിരുന്നു ജാർഖണ്ഡിൽ നടത്തിയത്. പക്ഷേ അവിടെ ബി.ജെ.പി. നടത്തിയ ഒരു പ്രചരണം എന്ന് പറയുന്നത് വർഗീയ പ്രചരണം തന്നെയായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി.ജെ.പി. അതേ രീതിയിൽ വർഗീയ പ്രചാരണം തന്നെയാണ് അവിടെ നടത്തിയത്. അത് ഏതാണ്ട് ഫലം കണ്ടു എന്നുള്ളൊരു വിലയിരുത്തലാണ് ബി.ജെ.പിക്കുള്ളത്. കാരണം കഴിഞ്ഞ 14 ലോക്സഭാ മണ്ഡലങ്ങളിൽ 8 ബി.ജെ.പിക്ക് വിജയിക്കാനായി. അത്തരത്തിലുള്ള പ്രചരണമെല്ലാം തന്നെയും വലിയ രീതിയിൽ ഒരു ഗുണകരമായി എന്ന വിലയിരുത്തൽ ബി.ജെ.പിക്കുണ്ടായി. അതേ തുടർന്നാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതേ സമാനമായ രീതിയിലുള്ള പ്രചരണവുമായി മുന്നോട്ട് വന്നത്. മാത്രമല്ല, ശക്തമായ വിദ്വേഷ പ്രസംഗമായിരുന്നു നരേന്ദ്രമോദി അടക്കം ഉള്ളവരുടെ റാലിയിൽ നടന്നത്. പ്രത്യേകിച്ച് അവിടെ ഈ ആദിവാസി സ്ത്രീകളെ അവിടെ പ്രധാനമായും മിഠി, ബേട്ടി, റൊട്ടി എന്നെല്ലാം തന്നെയും ചില മുദ്രാവാക്യം മുന്നോട്ട് വയ്ക്കുന്നു. അതായത് ആദിവാസികളുടെ ഭൂമി സംരക്ഷിക്കുമെന്ന് ഇവർ പ്രഖ്യാപിക്കുന്നു. ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരെ, ഇത്തരത്തിൽ മുസ്ലിം വിഭാഗക്കാരായ നുഴഞ്ഞുകയറ്റക്കാരെ ജെ.എം. സർക്കാർ സംരക്ഷിക്കുന്നു. ഈ നുഴഞ്ഞുകയറ്റക്കാർ ആദിവാസി സ്ത്രീകളെ വിവാഹം കഴിച്ച്, വശീകരിച്ച് വിവാഹം കഴിച്ച് അവരുടെ ഭൂമി തട്ടിയെടുക്കുന്നു എന്നെല്ലാം തന്നെയും ഇത്തരത്തിൽ ആരോപണം അഴിച്ചുവിടുന്നു. അങ്ങനെ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്നും അതിൽ നിന്നും ആദിവാസി വിഭാഗത്തെ ആ പരിധിയിൽ നിന്ന് ഒഴിവാക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. അങ്ങനെ RSSൻ്റെ അജണ്ടകൾ കൃത്യമായി അങ്ങോട്ടേക്ക് ക്യാമ്പയിനായി എത്തിക്കുകയും അതേസമയം തന്നെ ആദിവാസി ഗോത്ര മേഖലയെ സംരക്ഷിക്കുന്നു എന്നുള്ള ഒരു പ്രതീതി ബി.ജെ.പി. അവിടെ ഉടനീളം പ്രചരണത്തിൽ നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ ഹേമന്ത് സോറൻ്റെ ഒരു സോറൻ കുടുംബത്തിൽ വലിയ വിള്ളലുണ്ടാക്കാൻ ബി.ജെ.പിക്ക് ഇത്തവണ സാധിച്ചു എന്നുള്ളതും ഏറെ പ്രത്യേകത. പ്രത്യേകിച്ച് ചമ്പൈ സോറൻ ബി.ജെ.പി. പാളയത്തിലെത്തുന്നു. ചമ്പൈ സോറൻ വഴി ഈ ഒരു ഗോത്രമേഖലയെ കടന്നു കയറാനുള്ള ശ്രമം നടത്തുന്നു. അതുകൂടാതെ ഇത്തരത്തിൽ സീതാ സോറൻ ഉൾപ്പെടെയുള്ള ഇവരുടെ മൂത്ത സഹോദരൻ്റെ ഭാര്യ അടക്കമെല്ലാം നിലയും ബി.ജെ.പി. അങ്ങനെ സോറൻ കുടുംബത്തിൽ ഒരു വലിയ വിള്ളൽ ഉണ്ടായിട്ടുണ്ടെന്ന കാര്യവും യാഥാർത്ഥ്യമാണ്. ഇതെല്ലാം തന്നെയും തങ്ങൾക്ക് ഗുണകരമാകുമെന്ന ഒരു കണക്കൂട്ടലാണ് ബി.ജെ.പി. ഉള്ളത്.